എൻ്റെ വിക്ടർ എന്നെ സ്നേഹിച്ചത്രയും തിരിച്ച് ഞാൻ അവനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നെനിക്ക് നിശ്ചയമില്ല. കർത്താവേ, നിന്റെ എല്ലാ പരീക്ഷണങ്ങൾക്കും നിന്ന് തന്ന ഒരു പാവമായിരുന്നു അത്. അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും നീ മോചനം കൊടുത്ത് അവൻ്റെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം കൊടുക്കണം. ആട്ടിൻകുട്ടിയെ അറുത്ത് മാംസം ഭക്ഷിച്ചവർ അറിയണം അതിനും ഒരു ഇടയനുണ്ടായിരുന്നുവെന്നും നാളെ ഉത്തരം കൊടുക്കേണ്ടി വരുമെന്നും. എൻ്റെ വിക്ടറിനെ ഇല്ലാതാക്കിയവരെ മുഴുവൻ ഞാൻ കൊല്ലും. ചോര കൊണ്ട് ഞാൻ അവരെ കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. മാർക്കോ, പള്ളി കയറി ഒന്ന് പ്രതികാരം ചെയ്യുന്നൊക്കെ വിളിച്ചു പറയാൻ നീ ആരാടാ? കുരുത്തം അത് വണ്ടേ ഇല്ലല്ലോ. ജോർജ് അച്ചായനും അത്ര മോശമൊന്നുമല്ല. ഇവിടെ എല്ലാരും കൊണ്ടും കൊടുത്തും തീരണം, അതാ ഇവന് വേണ്ടേ. ആ അത് ശരിയാ, എല്ലാവരും തീർന്നാൽ അത്രയും നല്ലതാണല്ലോ. ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തർ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെയാണ്. ഇവിടെ ബിസിനസ്സാണെന്നും പറഞ്ഞ് ഓരോരുത്തരെ കൊല്ലാൻ നടക്കുക, ഗുണ്ടകളെ പോലെ. ചേട്ടൻ ഗുണ്ട, അനിയൻ സൈക്കോ. അല്ല, അങ്ങനെയാണ് നാട്ടുകാർ പറയുന്നത്. എൻ്റെ അമ്മ മറിയം 3 പ്രസവിച്ചിട്ടുള്ളൂ. വിക്ടറും ആൻസിയും പിന്നെ ഈ ഞാനും. നീ ആരാണെന്ന് എപ്പോഴും ഓർമ്മ വേണം. വിക്ടറിന്റെ മരണത്തിൽ എനിക്കില്ലാത്ത സങ്കടമൊന്നും നിനക്ക് വേണ്ട. അല്ലെങ്കിൽ തന്നെ പ്രതികാരം ചെയ്യാൻ നീ ആരാടാ? അവന്റെ കൂടെ പിറപ്പോ? അവന്റെ ചോരയോ? അതെ, വിക്ടർ എൻ്റെ ചോരയാണ്. അവൻ എൻ്റെ കൂടെ പിറപ്പാണ്. നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും ആട്ടി നിർത്തിയാലും ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങൾ എൻ്റെ അച്ഛനാണ്. വിക്ടർ എൻ്റെ അനിയനും, ആൻസി എൻ്റെ പെങ്ങളും. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുക അതെനിക്ക് സഹിക്കില്ല. ദൈവം അവനെ കാഴ്ച കൊടുത്ത അവൻ ആദ്യം ആരെ കാണുന്നോർത്ത് നിങ്ങൾ പേടിച്ചില്ലേ? നിങ്ങൾ ഞാനും അത്രയും അവനെ സ്നേഹിച്ചതല്ല. എന്നാ പിന്നെ നീ പോയിട്ട് ചത്തു തൊലേ. മോനെ മാർക്കോ, നീ ഇച്ഛാന്റെ പിന്നാലെ വരരുത്. ആരുടെയൊക്കെ വിട്ടുവീഴ്ചയാടാ എൻ്റെ ജീവിതം. നിന്നെ ഈ കുടുംബത്തിന് ആവശ്യമുണ്ട്. അവന് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ഇച്ഛാൻ ചെയ്തോ.